പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സൗകര്യമാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം. UGCയുടെ 2019 പുതിയ മാനദണ്ഡ പ്രകാരം, പ്രത്യേകിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നൽകുന്ന ഒരു പ്രത്യേക സൗകര്യമാണ് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ. ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറെ പറ്റി മറ്റൊരു വീഡിയോയിൽ ഞാൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റേണൽ അഥവാ ബാഹ്യ പുറത്തുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ആശയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി ആണല്ലോ. ആ യൂണിവേഴ്സിറ്റി കൂടാതെ നൂറുകണക്കിലെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലും, ആയിരക്കണക്കിലെ യൂണിവേഴ്സിറ്റീസ് ഏഷ്യയിലും, 10,000കണക്കിലെ യൂണിവേഴ്സിറ്റീസ് ലോകം മുഴുവനുമുണ്ട്. ഈ ലോകം മുഴുവനുമുള്ള സംഗതികളിൽ പ്രത്യേകിച്ച് ഈ 100ൽ കൂടുതലുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റീസും അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ മെമ്പർമാരായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും സമാന ചിന്താഗതിയുള്ള കോഴ്സസ് അഥവാ പേപ്പേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എനിക്ക് നോട്ട്സിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം, ഒരു ബന്ധവും ഉണ്ടാവില്ല, കൂടുതൽ ആലോചിച്ചിട്ടുണ്ടാവില്ല. അവർ BSc ബോട്ടണി ആയിട്ട് എടുത്തിട്ടുണ്ടാവും. സാർ, എനിക്ക് അത് BA ഇംഗ്ലീഷിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അത് എങ്ങനെയാണ് സാധിക്കുക? ഒരു ആലോചനയില്ലാത്ത ഒരു വർത്തമാനം. BCA ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടാവും. സർ, BSc കമ്പ്യൂട്ടർ സയൻസിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാൻ പറ്റുമോ? വൈസ് വേഴ്സ, തിരിച്ച് ഇങ്ങോട്ടും അവർ പറയും. അവർ BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ടാവും, അതിൽ BCAയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ചിലർ ഇതിനേക്കാൾ ഭീമമായിട്ട് ചോദിക്കുന്നവരുണ്ട്. സാർ, ഞാൻ BTech ചെയ്തു, BTechലെ മൊത്തം 47 പേപ്പേഴ്സ് എനിക്കുണ്ട്. ഈ 47 പേപ്പറിൽ 15 പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഗ്നോയിലെ ഏതെങ്കിലും ഒരു കോഴ്സിന്, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. പ്രിയപ്പെട്ടവരെ, ഇതുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ നിങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാകാം, നിങ്ങളുമായി ബന്ധപ്പെട്ട 10,000കണക്കിന് ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായി കാണണമെന്നും ഈ ഒരു നൂതന ആശയം നന്നായി മനസ്സിലാക്കണമെന്നും വിദ്യാഭ്യാസപരമായ കൈത്താങ് നൽകുന്ന ഒരു സമുന്നതനായ വ്യക്തി എന്നുള്ള നിലക്ക് താങ്കൾ മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും നോട്ട്സിന് വേണ്ടി മുഹമ്മദ് മുബാറക് മാസ്റ്റർ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫറെ പറ്റി വ്യക്തമാക്കി മനസ്സിലാക്കാൻ ഒരു ചെറിയ ഒരു ഇമാജിനേഷൻ ഞാൻ പറയുകയാണ്. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന ഒരു വീടുണ്ട്. ഒരു വീട് ഓക്കെ. നിങ്ങൾ പുതിയതായി പണിതുകൊണ്ടിരിക്കുന്ന മറ്റൊരു വീട് ഉണ്ട്. അപ്പൊ എത്ര വീടുണ്ട്? 2 വീടുണ്ട്. നിങ്ങളുടെ ഒരു വീട്, ആ വീട്ടിൽ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവിടെ പൂർണ്ണമായി താമസിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 50 കൊല്ലം മുമ്പുള്ളതായിരിക്കാം, 10 കൊല്ലം മുമ്പുള്ളതായിരിക്കാം, പഴയ സിലബസിലുള്ള കോഴ്സായിരിക്കാം. നമ്മൾ സബ്ജക്റ്റിൽ മാറ്ററിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പഴയ പെയിന്റിംഗ് ആയിരിക്കാം, പഴയ ഓടിട്ട വീടായിരിക്കാം, അല്ലെങ്കിൽ ഓല മേഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ വാർപ്പിന്റെ തൊട്ട് മുകളിൽ ഓടിട്ട ആ ഒരു പഴയ രീതിയിലായിരിക്കാം. അപ്പോൾ പഴയ ഒരു സംഗതി നിങ്ങളുടെ കയ്യിലുണ്ട്, എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പുതിയ ഒരു വീട് നിങ്ങൾ നിർമ്മിക്കണം. അപ്പൊ വീട് പൂർണ്ണമായി ഉണ്ടാവണം, അസ്ഥിവാരം ഇട്ടിരിക്കണം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം, ചുമരുകൾ കെട്ടണം. എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള സിലബസുകളും മറ്റു സംഗതികളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു കൊല്ലത്തിൽ 50% കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ 96 ക്രെഡിറ്റ് ആണ് ഉള്ളത് എങ്കിൽ 48 ക്രെഡിറ്റ് നിങ്ങൾ കൂടുതൽ അവിടെ പഠിച്ചിരിക്കണം. പകുതിയേക്കാൾ കൂടുതൽ നിങ്ങൾ പുതിയ സ്ഥാപനത്തിൽ ചെയ്തിരിക്കണം. അപ്പൊ ആ വീട്ടിൽ നിങ്ങൾ ചുമരുകൾ പൊക്കിയിരിക്കണം. അതുപോലെ തന്നെ അവിടെ പുതിയ മേൽക്കൂര വാർത്തിരിക്കണം. അപ്പൊ അതിലേക്ക് തികയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് അവിടത്തേക്ക് അനുയോജ്യമായതാണ് ചേർത്ത് വെക്കുക.
അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള കോഴ്സിന് സമാനമായ കോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് രണ്ടും തുല്യമാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് കുറച്ച് എണ്ണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പഴയ വീട്ടിലെ കട്ടള, പഴയ വീട്ടിലെ ജനല് പുതിയ വീട്ടിലെ കട്ടിളയ്ക്കും ജനലിനും അനുയോജ്യമാണ്. അതിൻ്റെ അളവ് കൃത്യമാണ്, അതിൻ്റെ ക്വാളിറ്റി കൃത്യമാണ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഗാംഭീര്യമുണ്ട് എന്നുണ്ട് എങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ ഒരു പ്രത്യേക ഫീ കൊടുത്തിട്ട് അഥവാ കടത്തുകൂലി കൊടുത്തിട്ട് നിങ്ങൾ അവിടെ നിർബന്ധമായും പുതിയത് സ്ഥാപിക്കാം. പക്ഷെ ആ പുതിയതിനെ നമ്മൾ പെയിന്റ് അടിച്ച് മനോഹരമാക്കി തരും. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഇവിടെ ഉള്ളതിന് തുല്യമായിട്ടുള്ളതേ അവിടെ ചെയ്യാൻ പറ്റൂ. ഈ വീട്ടിലുള്ള പൂർണ്ണമായും നിങ്ങളുടെ കൈവശമുള്ളത് എല്ലാം തന്നെ അവിടത്തേക്ക് അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളുടെ പഴയ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പഴയ പ്രോഗ്രാം ഉള്ളതുപോലെ പ്രോഗ്രാമിന് ഒരു എൻറോൾമെന്റ് നമ്പർ ഉണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒരു കോളേജ് ഉണ്ട്, ഒരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്. ഇതെല്ലാം തന്നെ പുതിയ ഒരു യൂണിവേഴ്സിറ്റി, അതിലെ പുതിയ എൻറോൾമെന്റ് നമ്പർ, പുതിയ രജിസ്ട്രേഷൻ നമ്പർ, പുതിയ സ്റ്റഡി സെന്റർ, പുതിയ റീജിയണൽ സെന്റർ, പുതിയ പ്രോഗ്രാം, അതിന് തുല്യമാകുന്ന തരത്തിൽ എന്തൊക്കെ ഉണ്ടോ ആ തുല്യമായിട്ടുള്ളതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ചുരുങ്ങിയത് ഒരു കൊല്ലമെങ്കിലും നിങ്ങൾ അവിടെ പഠിക്കണം. ചിലപ്പോൾ ഒരു കൊല്ലം 50% കൂടുതൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുകയില്ല. മറിച്ച് 50% താഴെ ഉള്ളത് മാത്രമായിരിക്കും ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുക്കുക. ഇപ്പോൾ ഇത് പറയാനുള്ള പ്രസക്തമായ കാരണം, ദയവ് ചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായി കാണണം. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നതോടുകൂടി ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഏകമുഖ സിലബസാണ്. അതാണ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും പ്രത്യേകത. പല യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ കാരണം അവരുടെ സിലബസ് ഇഗ്നോയുടെ സിലബസിന് തുല്യമല്ല. നമുക്കറിയാലോ, +2 എന്ന് പറയുന്നത് എല്ലാം തന്നെ CBSE പാറ്റേൺ NCERT സിലബസ് ആണ്. അത് നിങ്ങൾ കേരളത്തിൽ പഠിച്ചാലും ശരി, തമിഴ്നാട്ടിൽ പഠിച്ചാലും ശരി, ആന്ധ്രയിൽ പഠിക്കുകയാണെങ്കിലും ശരി, ഡൽഹിയിൽ പഠിക്കുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും CBSE പാറ്റേൺ NCERT സിലബസ്. തിരിച്ചും നമുക്ക് പറയാം, CBSE സിലബസ് NCERT പാറ്റേൺ. അപ്പൊ NCERTയുടെ പുസ്തകം ചിലപ്പോൾ SCERT മൊഴി മാറ്റം നടത്തി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ തന്നിട്ടുണ്ടാവും. ബട്ട് ദ കണ്ടന്റ്സ് ആർ സെയിം. അങ്ങനെ തുല്യമായിരിക്കണം. X എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിൽ നേടിയിട്ടുണ്ട്. ആ സംഗതി പുതിയ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇഗ്നോയിലെ സിലബസ് ഇപ്പോൾ ഉള്ള സിലബസ് തന്നെയായിരിക്കണം നേരത്തെ നിങ്ങൾ എടുത്തിട്ടുള്ള സിലബസ്. അങ്ങനെ സിലബസ് തുല്യമാണെങ്കിലേ നിങ്ങൾക്ക് മാറ്റി കിട്ടുകയുള്ളൂ. നിങ്ങളുടെ കൈവശം എന്തെങ്കിലും കുറേ ഉണ്ട്, അത് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഓലമേഞ്ഞ ഒരു ഓലക്കുടിലിന്റെ കുറേ സാധന സാമഗ്രികളുണ്ട്. അത് പുതിയ വാർപ്പ് വീടിന് സൂട്ടബിൾ ആണോ? ഒരിക്കലുമല്ല. ഓടിട്ട വീട് ഇഷ്ടം പോലെ ഉണ്ട്. 5000 ഓടുള്ള നല്ല മനോഹരമായ 4 കെട്ടിൽ ഉള്ള ഒരു വീടാണ് നിങ്ങളുടെ ഉള്ളത്. നല്ല ഒരു 50 സെന്റിമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ 1 മീറ്ററിൽ കൂടുതൽ ഉള്ള വ്യാസമുള്ള അല്ലെങ്കിൽ ചുറ്റളവുള്ള വലിയ മരത്തിന്റെ തൂണുകൾ നിങ്ങളുടെ കയ്യിൽ 50 തൂണുകളുണ്ട് എന്ന് കരുതുക. ആ തൂണുകളും ആ മൂല്യവത്തായ ആ ഓടുകളും അത്തരത്തിലുള്ള കുറേ സംഗതികളും നിങ്ങൾക്ക് ഈ പുതിയ വാർപ്പ് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 4 or 5 നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഫിറ്റ് ചെയ്യുള്ളൂ. ആ ഓടിനൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. വേണമെങ്കിൽ പറ്റും, വാർപ്പിന്റെ മുകളിൽ ഓട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടത്തേക്ക് തുല്യമാകുന്നത് അവിടെ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ കൈവശം അനുയോജ്യമല്ലാത്ത കോഴ്സുകളുടെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിന് ഒരു ഫലവുമില്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് പഴയതിനെയെല്ലാം മറന്നേക്കൂ, പുതിയത് ഒന്ന് മനോഹരമായിട്ട് തുടങ്ങും. അങ്ങനെ പുതിയത് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് പേപ്പേഴ്സ് ഒരുപോലെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയും അത് യൂണിവേഴ്സിറ്റി അധികാരികൾ സർട്ടിഫൈ ചെയ്യുകയും പ്രത്യേകിച്ച് വൈസ് ചാൻസലർ അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ സർട്ടിഫിക്കേഷനോടുകൂടി പ്രത്യേക അപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് ഈ
പ്രോഗ്രാം അഥവാ ഈ ഒരു കോഴ്സിന്, ഈ ഒരു പ്രോഗ്രാമിന് ഇത്രയും പേപ്പേഴ്സിന് സമാനമായ പേപ്പേഴ്സാണ് ഇത് എന്ന് 2 യൂണിവേഴ്സിറ്റികളുടെ സിലബസുകളും വെച്ച് ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഇഗ്നോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പ്രത്യേക അപ്ലിക്കേഷൻ ഫീ വെച്ച് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയ അഡ്മിഷൻ എടുത്തിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അഡ്മിഷൻ എടുക്കാതെ സർ എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട്, അത് എനിക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരൂ. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന മിഷനറീസ് അല്ല ഇഗ്നോ, മറിച്ച് നല്ല 1-ാം തരം ഡിഗ്രി, നല്ല 1-ാം തരം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അത് നൽകുന്ന ഒരു പ്രത്യേക സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ അംഗീകാരം ലഭിച്ചിട്ടുള്ള മഹത്തായ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ പറയുന്ന സിലബസിലെല്ലാം നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ആ സിലബസിന് അനുയോജ്യമായത് എന്തെങ്കിലും നിങ്ങളുടെ കൈവശം നേരത്തെ ഉണ്ട് എങ്കിൽ തെളിവ് സഹിതം രേഖാമൂലം ഹാജരാക്കി ആ ആവശ്യമുള്ള കുറച്ച് പേപ്പേഴ്സ്, 50% താഴെ ഉള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. പൂർണ്ണമായ രീതിയിൽ നിങ്ങൾ ഇവിടെ 1 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. എൻ്റെ ഈ വാക്കുകൾ കൂടുതൽ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ഇത് കൃത്യമായി മനസ്സിലായിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇതിലുള്ള ഡിസ്ക്രിപ്ഷനിൽ എന്നെ വിളിക്കുക. എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. സ്നേഹപുരസരം ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. മുഹമ്മദ് മുബാറക് മാസ്റ്റർ. നന്ദി, നമസ്കാരം.